നമസ്കാരം. മലേഷ്യ ട്രാവൽ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഞാൻ ഫാമിലി ആയിട്ടാണ് മലേഷ്യ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിൽ കൂടെയുള്ള യാത്രയായിരുന്നു കാണിച്ചിരുന്നത്. ആ ഒരു സിറ്റി ടൂറിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. കോലാലംപൂർ സിറ്റിക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങളൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറാണ് എടുത്തേക്കുന്നത്. ഇതാണ് ഈ ബസ് കടന്നു പോണ റൂട്ട് മാപ്പ്. കോലാലംപൂരിലുള്ള എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും കണക്ട് ചെയ്തിട്ടാണ് ഇതിന് റൂട്ട് നിശ്ചയിച്ചേക്കുന്നത്. മെർഡേക്ക സ്ക്വയർ എന്ന പേരുള്ളൊരു സ്റ്റോപ്പിലാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. ഞങ്ങൾ ഇറങ്ങി ഈ സ്റ്റോപ്പിൽ തന്നെയാണ് ഗലേറി കോലാലംപൂർ എന്ന് പറഞ്ഞ ഈ കാണുന്ന ബിൽഡിംഗ്. കോലാലംപൂർ സിറ്റി ഗാലറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ാണ് 1898 പണി കഴിഞ്ഞ ഈ ബിൽഡിംഗ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രിൻറ്റിംഗ് ഓഫീസായിരുന്നു. 1989 ഈ ബിൽഡിംഗ് ഒരു ഗാലറി ആയിട്ട് കൺവേർട്ട് ചെയ്തത്. കോലാലംപൂർ സിറ്റിയുടെ 1857 ആണ്ട് തൊട്ടുള്ള ചരിത്രമാണ് ഇവിടെ വിവരിച്ചേക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ കോലാലംപൂർ ഒരു ടിൻ മൈനിങ്ങിൻ്റെ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ക്ലാങ് റിവറും ഗോംബാക്ക് റിവറും കൂടി ചേരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ചെളി നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ഇതെന്നും ഇവിടെ വിവരിക്കുന്നുണ്ട്. ചൈനീസ് ക്യാപ്റ്റനായിരുന്ന യാ പഹ്ലു എന്ന് പറഞ്ഞ ചീഫാണ് 1885 വരെ കോലാലംപൂരിൻ്റെ ലോ ആൻഡ് ഓർഡറിൽ പ്രധാന പങ്ക് വഹിച്ചേർന്നത്. 1880 ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള സർ ഫ്രാങ്ക് സ്വെറ്റൻഹാം കോലാലംപൂരിൻ്റെ ആദ്യത്തെ സിറ്റി പ്ലാൻ റെഡിയാക്കിയത്. അതിനുശേഷം കോലാലംപൂർ പല പുതിയ ബിൽഡിങ്ങുകൾ പണിതു തുടങ്ങി. ഇതായിരുന്നു കോലാലംപൂരിൻ്റെ മോഡേൺ സിറ്റി എന്നുള്ള രീതിയിലുള്ള ആദ്യത്തെ ചവിട്ടുപടി. 1896 ദ ഫെഡറേറ്റഡ് മലൈ സ്റ്റേറ്റ്സ് ഫോം ചെയ്തിട്ട് കോലാലംപൂരിനെ അതിൻ്റെ ക്യാപിറ്റലായിട്ടും തിരഞ്ഞെടുത്ത്. നമ്മൾ മെർഡേക്ക സ്ക്വയറിൽ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിങ്ങിൻ്റെ ആദ്യകാലത്തെ ഫോട്ടോ ആണ് താഴത്ത് കൊടുത്തേക്കുന്നത്. 1942 ജനുവരി 11 തൊട്ട് 1945 ഓഗസ്റ്റ് 15 വരെ കോലാലംപൂർ ജപ്പാൻ ആർമിയുടെ കീഴിലായിരുന്നു. കോലാലംപൂരിൻ്റെ എക്കോണമി ഒട്ടും തന്നെ മുന്നോട്ട് പോകാണ്ടിരുന്ന വർഷങ്ങളായിരുന്നത്. 1957 മലേഷ്യക്ക് ബ്രിട്ടീഷ് റൂളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. പണ്ട് മലേഷ്യ മലയിന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. മലേഷ്യയുടെ സ്വാതന്ത്ര്യത്തിൽ വലിയ പ്രാധാന്യം വഹിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ. കുറച്ചു നേരം സിറ്റി ഗാലറിയിൽ സമയം ചിലവഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മെർഡേക്ക സ്ക്വയറിൻ്റെ അടുത്തുള്ള റൂട്ടിലേക്ക് തന്നെ എത്തി. ഈ മെർഡേക്ക സ്ക്വയർ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവരുടെ എല്ലാ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ വെച്ചാണ്. മലേഷ്യയുടെ കൊടി പാറി പറക്കണ ഈ കൊടിമരത്തിന് 95 മീറ്ററാണ് പൊക്കം. ലോകത്തിലെ തന്നെ ഏറ്റവും പൊക്കമുള്ള കൊടിമരങ്ങളിൽ ഒന്നാണ് അത്. ഓഗസ്റ്റ് 1957 അർദ്ധരാത്രി ഇവിടെ വെച്ചാണ് ബ്രിട്ടീഷിൻ്റെ കൊടി താത്തിയിട്ട് മലയൻ കൊടി ഉയർത്തിയത്. 30
31 ഓഗസ്റ്റ് 1957 മലയൻ സ്വാതന്ത്ര്യത്തിൻ്റെ സെറിമണി നടത്തി. റോഡിൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പണ്ട് കാലത്തെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളായിരുന്നു. പിന്നീട് 1974 ഈ ബിൽഡിങ്ങിൻ്റെ പേര് സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗിനാക്കി മാറ്റിയത്. ആ കാലഘട്ടത്തിൽ ഇതിനെ വെറുതെ ഗവൺമെൻറ് ഓഫീസേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലെ റോട്ടിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് കൗതുകമുള്ളൊരു കാഴ്ച കണ്ടത്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന സ്കൂട്ടറുകളും അതുപോലെയൊക്കെയുള്ള വണ്ടികളൊക്കെ ആയിട്ട് കുറേയധികം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയേക്കാണ്. എല്ലാവരും ഏകദേശം ഒരേ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ സിഗ്നലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. എന്ത് പരിപാടിയാണിതെന്ന് അറിഞ്ഞൂടെങ്കിലും കണ്ടപ്പോൾ ഒരു രസം തോന്നിയാലും ഞാൻ പയ്യെ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളെല്ലാം ഏകദേശം ഒരേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ആ പരിസരം മുഴുവൻ പുകയും അതുപോലെ തന്നെ വണ്ടികളുടെ സൗണ്ട് കൊണ്ട് നിറഞ്ഞു. സിഗ്നലായതോടുകൂടി എല്ലാവരും വെച്ച് ടൗണിലേക്കാണ് പോയേക്കുന്നത്. എല്ലാ കോലാലംപൂർ സിറ്റി ടൂറുകളുടെയും ഹോൾട്ടിംഗ് പോയിൻ്റാണ് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. ഞങ്ങൾക്ക് സിറ്റി ടൂറിനുള്ള അടുത്ത ബസ് വരാനായിട്ട് കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പരിസരത്തൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോലാലംപൂർ സിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഗോംബാക്ക് റിവറും ക്ലാങ് റിവറും കൂടി കൂടിച്ചേരുന്ന പോയിൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ബസ് എത്തി. ഞങ്ങളതിൽ കയറി. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് KL ടവർ എന്നറിയപ്പെടുന്ന ബിൽഡിംഗ്. ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ KL ടവറിൻ്റെ ഫുൾ വ്യൂ ആണ് നമ്മൾ വലത്തെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയതോടുകൂടി സിറ്റിയിൽ ചെറുതായിട്ടൊന്ന് തിരക്കൊക്കെ കൂടിയെങ്കിലും കാര്യമായിട്ടുള്ള ബ്ലോക്കൊന്നും ഇതുവരെ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞ്. അടുത്തതായിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് കോലാലംപൂരിലെ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള പെട്രോണാസ് ടവറിൻ്റെ അടുത്താണ്. സിറ്റിയുടെ പല ഭാഗത്തുനിന്നും ഈ ബിൽഡിംഗ് കാണാമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏകദേശം അടുത്തടുത്ത് വന്നു തുടങ്ങി. വൈകുന്നേരം ആയതോടുകൂടി ഹോപ്പ് ഓഫീസിൽ ടൂറിസ്റ്റുകൾ തീരെ ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. സിറ്റിയുടെ പല ഭാഗങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ട്രെയിൻ സർവീസുകളും കോലാലംപൂരും ഉണ്ട് കേട്ടോ. കോലാലംപൂരിലെ പാലസ് ഓഫ് കൾച്ചർ എന്നറിയപ്പെടുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇസ്താന ബുദയ എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ പേര്. ബസ് ഇപ്പോൾ ഏകദേശം പെട്രോണാസ് ടിൻ ടവറിൻ്റെ താഴത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ടിൻ ടവറാണ് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന പെട്രോണാസ് ടിൻ ടവർ. പിന്നെ 1998 തൊട്ട് 2004 വരെ ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ബിൽഡിംഗ് എന്നുള്ള റെക്കോർഡും പെട്രോണാസ് ടവറിനായിരുന്നു. 2004 തായ്പേയിൽ തായ്പേ 101 എന്ന് പേരുള്ളൊരു ബിൽഡിംഗ് വന്നതോടുകൂടി ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള റെക്കോർഡ് അതിനായി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ലോകത്തിൽ 20ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ടോളസ്റ്റ് ബിൽഡിംഗാണിത്. 88 നിലകളുള്ള ഈ ബിൽഡിങ്ങിൻ്റെ പൊക്കം 451.9 മീറ്റേഴ്സാണ്. ഈ ബിൽഡിങ്ങിൽ കുറേയധികം ഓഫീസുകളും കോൺഫറൻസ് റൂമും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആവണതോടുകൂടി ടവറിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഏരിയയിൽ ഫൗണ്ടൈനൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് ലൈറ്റൊക്കെ തെളിയിക്കും. ഞങ്ങൾ പെട്രോണാസ് ടവറിനോട് ചേർന്ന് തന്നെയുള്ളൊരു അക്വേറിയത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്.
അക്വേറിയ KLCC എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഏകദേശം 1150 രൂപ അടുത്താണ് വീക്ക് ഡേയ്സിൽ ഒരാൾക്കുള്ള എൻട്രി ചാർജ്. അക്വേറിയയിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് പിരാനകളെയാണ്. പന്ത്രണ്ട് വർഷം മുമ്പാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ടായിരുന്ന കാരണം അന്ന് ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള അക്വേറിയങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ പണ്ട് ഇവിടെ വന്നപ്പോൾ തിരക്കൊന്നും ഇന്ന് ഇവിടെ ഇല്ലാത്തത്. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പല പുതിയ മീനുകളെ കാണാനും അതുപോലെ തന്നെ അതിനെപ്പറ്റി പഠിക്കാനായിട്ടുള്ളൊരു അവസരമാണിത്. നമ്മളിപ്പോഴും അക്വേറിയയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ള ഭാഗത്തെല്ലാം മീനുകളെയും അതുപോലെ തന്നെ കടലിലെ ജീവികളെയും അക്വേറിയത്തിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത്. അതെല്ലാം നല്ല ഭംഗിയായിട്ടും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ടാണ് ആളുകൾക്ക് പ്രസൻറ്റ് ചെയ്യണത്. മിക്കവാറും എല്ലാ പിള്ളേരെ പോലെ കെയിനും ഓരോ അക്വേറിയത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യമായിട്ട് ഇതെല്ലാം കണ്ട് ഇൻഫർമേഷനെല്ലാം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പല ഏരിയാസും പല തീമിലാണ് കേട്ടോ ഒരുക്കിയേക്കണത്. മീനുകളും കടൽ ജീവികളും കൂടാതെ പലതരത്തിലുള്ള കോറലുകളും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പേരിട്ടേക്കുന്ന തീമിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഈ കാണുന്ന സ്റ്റെയർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇവിടെ അത്യാവശ്യം വലിയ ഗ്ലാസ് ടാങ്കുകളിലാണ് മീനുകളെയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വിട്ടേക്കണത്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഗ്ലാസ് ടണലിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കണത്. ഇവിടെ ഈ വലത്തേ സൈഡിൽ തനിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ എയർപോർട്ടിലൊക്കെ ഉള്ള ബാഗേജ് കൺവെയർ ബെൽറ്റ് മാതിരിത്തെ ഒരു സംവിധാനമാണിത്. നടക്കണം എന്നുള്ളവർക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുകയും ചെയ്യാം. ഇങ്ങോട്ട് വന്നതോടുകൂടി വലിയ വലിയ ഷാർക്കുകളൊക്കെ വന്ന് മുഖം കാണിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് എത്തിയതോടുകൂടി ആളുകളുടെ ചെറിയൊരു തിരക്കുണ്ട് ഇവിടെ. കടലിൽ സാധാരണയായിട്ട് കാണുന്ന വലുതും ചെറുതായിട്ടുള്ള മീനുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സംവിധാനമാണിത്. വലിയ തെരണ്ടിയും ഷാർക്കൊക്കെയാണ് ഈ പരിസരത്തെ ഹൈലൈറ്റ്. ആളുകൾ മിക്കവാറും മീറ്റങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനായിട്ടാണ് കാത്തിക്കുന്നത്. സാധാരണ ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 5-8 ഇരട്ടി ഉണ്ട് ഇതിൽ ഓരോന്നുകളും.
ഇവന്മാർക്ക് ഇത്രയും വലിയ വായുണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ കാഴ്ചയിലാണ്. അക്വേറിയയിൽ കയറിയ ആളുകൾ മിക്കതും ഈ പരിസരത്ത് തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ലാസ്റ്റ് എൻട്രി ടൈമൊക്കെ എത്തുന്ന സമയത്താണ് ഞങ്ങൾ അക്വേറിയയിൽ കയറിയതും. തണലീത് നമ്മൾ നേരെ വരുന്നത് ജെല്ലി ഫിഷുകൾ ഇട്ടേക്കണ ഒരു ഏരിയയിലേക്കാണ്. പലതരത്തിലുള്ള ജെല്ലി ഫിഷുകളെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇവിടെ പലതിനെയും ഡിസ്പ്ലേ ചെയ്തേക്കണ ലൈറ്റും അതുപോലെ തന്നെ സെറ്റപ്പും ആണ് ഇതിന് ഭംഗി കൂട്ടുന്നത്. അക്വേറിയയുടെ ഒരു ഷോപ്പിംഗ് ഏരിയയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് ഗേറ്റ് വന്നത്. ആളുകളിൽ പലരും ഇതെല്ലാം നോക്കിക്കൊണ്ട് കൊണ്ടുതന്നെങ്കിൽ ആരും വാങ്ങണതൊന്നും കാണാനില്ല. ഞങ്ങളവിടെയൊക്കെ കറങ്ങി നടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് രാത്രിയായി. കാര്യ ഹോട്ടലിലേക്ക് നടന്നു പോകാനായിട്ടുള്ള ദൂരം ഉള്ളൂ എന്നുണ്ടെങ്കിലും പകൽ കംപ്ലീറ്റ് നടന്ന ആവശ്യതയായതുകൊണ്ട് ട്രെയിനിൽ പോകാനായിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് ബുക്കിറ്റ് പിൻഡാങ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ എത്തി. റൂമിലെത്തി കുറച്ച് നേരം റിലാക്സ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇതാണ് ബുക്കിറ്റ് പിൻഡാങ്ങിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള ഏരിയ. പിന്നെ ഇന്നൊരു വീക്കെൻഡ് കൂടിയാണ് കേട്ടോ. റോട്ടിലും സ്ട്രീറ്റുകളിലും എല്ലാം ജനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ചെയ്യണ മക്ഡൊണാൾഡ്സ് ആണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇവിടെ ഒരു ട്രൂപ്പ് സ്ട്രീറ്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസരത്തുള്ള ജനങ്ങളുടെ എണ്ണം കണ്ടിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയത്. ശരിക്കും ഈ പരിസരം ഒരു ആഘോഷമാക്കി മാറ്റിയെടുത്തേക്കാണ് ഇവർ. ഈ ട്രൂപ്പ് ഇതിനു വേണ്ടി ചൂസ് ചെയ്ത ലൊക്കേഷനും തകർപ്പനാണ്. സിറ്റിയുടെ സെൻറ്റർ ആണെന്നുള്ളത് കൂടാതെ ഈ കാണുന്ന മക്ഡൊണാൾഡ്സ് 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വിശപ്പ് കൂടിയതോടുകൂടി ഞങ്ങൾ മക്ഡൊണാൾഡ്സിൻ്റെ അകത്തേക്ക് കയറി. മക്ഡൊണാൾഡ്സിൻ്റെ അകത്ത് ഈ സമയമായിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ സ്പെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാൻഡ് നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കണം. അതുപോലെ തന്നെയാണ് അവിടെ നിൽക്കുന്ന കാഴ്ചക്കാരുടെ അവസ്ഥയും. യുവാക്കൾ മാത്രമല്ല കേട്ടോ, മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളും ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. രാത്രി വൈകിയതോടുകൂടി ഇവിടെ ആളുകളുടെ എണ്ണം കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം നാളെ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ആക്റ്റീവായിട്ടുള്ള ബാൻഡും ആളുകളെയൊക്കെ കണ്ടതോടുകൂടി ഞങ്ങളും കുറച്ച് നേരം ഇവരുടെ ഒപ്പം കൂടി.